ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാത്തൊരു സംഭവമാണ് കേട്ടോ ചെയ്യാൻ പോണത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയും ട്രൈ ചെയ്യാത്തൊരു കാര്യം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എനിക്ക് സത്യത്തിൽ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രയലാണ്. അതിനുവേണ്ടി ഞാൻ കുറേ യൂട്യൂബിലെ ഉണ്ണിയപ്പം വീഡിയോ, എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ അതൊക്കെ ഞാൻ കുറേ കണ്ടിട്ട് ഇപ്പോൾ ട്രൈ ചെയ്യണം. അതിനുവേണ്ടി പച്ചരി വെള്ളത്തിലിട്ടിട്ട് നന്നായി കുതിർത്ത് വെച്ചിട്ടുണ്ട്. കണ്ടേ, രാവിലെ ഇട്ടതാണ് ഇട്ടു. അപ്പോൾ 3-4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ മതി. അപ്പം ഇത് അത് പറഞ്ഞതിൻ്റെ മുന്നേ വേറൊരു കാര്യമുണ്ട്. എൻ്റെ വീഡിയോ നിറയെ പേര് വ്യൂവേഴ്സ് നിറയെ പേര് ഉള്ളമാതിരി കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മൾ അനലറ്റിക്കൽ ഇതിലൊക്കെ പോയി നോക്കുമ്പോൾ കാണാണ്ട് നിറയെ പേര് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഞാനൊന്ന് പറയണം, എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി എൻ്റെ വീഡിയോ മോശമായതുകൊണ്ടാണോ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ആയിരിക്കാം. പക്ഷേ എന്താ പറഞ്ഞിട്ട് എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഞാൻ എൻ്റെ ഓരോരോ വീഡിയോ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. തുടക്കക്കാരായതുകൊണ്ടാണ് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഒക്കെ ക്ഷമിച്ച് എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക്, ഷെയർ, പിന്നെ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും പ്ലീസ്. അപ്പം നമുക്ക് ഇന്ന് അരിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിന് അരി അരച്ചാവുമ്പോഴേക്കും നമുക്ക് ശർക്കരപ്പാവ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ ശർക്കര ഉണ്ടാവും എടുത്തിട്ടുണ്ട്. കുറച്ചേ ഉണ്ടാക്കാനുള്ളൂ, ട്രയലല്ലേ, അപ്പോൾ ഒന്ന് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കര അടുപ്പത്ത് വയ്ക്കേണ്ടത്. എനിക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നത് കുറച്ച് മതി. ആ വെള്ളത്തിൽ കിടന്നിട്ടാവും ശർക്കരപ്പാവ് ഒന്ന് റെഡിയാവട്ടെ. അപ്പോൾ ഞാൻ ഈ അരിയുടെ പകുതി അരി എടുത്തിട്ടുണ്ട്. പകുതി അരി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ അരിക്ക് ഒരു 4-5 ഏലക്ക, അപ്പോൾ ഈ അരിയുടെ കൂടെ തന്നെ അരക്കാച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് 3 ഏലക്കത്തിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ നല്ല സാധാരണ നമ്മൾ പൂവമ്പഴമാണ് എടുക്കുന്നത്. പൂവമ്പഴം പകുതിയെല്ലാം അരയ്ക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം 1.5 പഴം ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് അരയ്ക്കുമ്പോൾ എനിക്കൊരു 1.5 പഴം, അങ്ങനെ 3 പഴമാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതാ, അപ്പോൾ ഇതും കൂടി വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അരച്ച് റെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് മാവ് വേണ്ടിയിട്ട് ഇഡ്ഡലി മാവ് പദത്തിൽ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത അരി നമ്മൾ ഇടുകയാണ്. മിക്സിയുടെ ജാറിലേക്കിട്ട് അടുത്തത് ഇതേപോലെ അരച്ചെടുക്കുന്നത് കേട്ടോ. എനിക്ക് സത്യത്തിൽ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കാത്തൊരു പരിപാടിയാണ് കേട്ടോ. സക്സസ് ആയി എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്നും ചെയ്ത് നോക്കാതിരണം. കുറച്ച് അരി എടുത്തിട്ടുള്ളൂ. പിന്നെ അതുമല്ല കുറച്ച് പേടിയുണ്ട്, എങ്ങനെ വരും എന്നറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ഏലക്ക ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ബാക്കിയുള്ള പഴം 1.5 പഴം ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മയത്തിൽ അരച്ചെടുക്കാം. നമ്മൾ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലിയുടെ പാകത്തം പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള വെള്ളപ്പാവ് ഞാൻ ഇതിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. ഫുള്ളായിട്ട് ഒഴിക്കുക. കുറച്ചേ ഉണ്ടാക്കുള്ളൂ, കാരണം എങ്ങനെ വരുമെന്ന് അറിയില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറയുന്നുണ്ട് നിങ്ങളോട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം മധുരം ഒന്ന് കയറി നിൽക്കാൻ നന്നായി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിത് റെഡിയാക്കിയിട്ട് അതിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. റെഡിയാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒരു ലേശം നമ്മളെ ആപ്പസോഡ ചേർത്താൽ മതി. മാവ് ഒന്ന് പൊന്തി കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ലേശം തന്നെ ഒരു ഉപ്പിടുന്ന മാതിരി ആപ്പസോഡ കുറച്ച് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മളൊരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അവർ കേട്ടോ. അല്ലെങ്കിൽ കുറേ നേരം ഒരു 5-6 മണിക്കൂറൊക്കെ വെക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത്തിരി ആപ്പസോഡ നുള്ളി ചേർത്തിട്ടുണ്ട്, ഒരു നുള്ളി ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങനെ അടച്ച് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ഉണ്ണിയപ്പത്തിലേക്ക് വേണ്ട തേങ്ങാക്കൊത്ത് എടുക്കുന്ന വേണ്ടിയില്ലേ, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ഞാൻ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോണത്. നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രൈ ആവണം. ഇപ്പോൾ ഞാനിത് കണ്ടില്ലേ, ഇത് നന്നായിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടിൽ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറുപ്പ് എള്ള് ഇടുകയാണ്.
അത് ഓയിലിടാമെന്ന് വിചാരിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഈ ബാക്കി വരുന്ന എണ്ണ ഞാൻ എന്താ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വിചാരിച്ചിരിക്കുന്നുണ്ട്. ഇതിന് ഇത് നമ്മൾ ഊറ്റിയെടുക്കുകയല്ലേ ചെയ്യുള്ളൂ, നെയ്യപ്പം അല്ല. ഞാൻ ഈ മാവിലേക്ക് നമ്മളെ തേങ്ങാക്കൊത്തും എള്ളും കൂടി വറുത്തതിലേക്ക് കൊട്ടുകയാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമ്മൾ അങ്ങനെ ഇരിക്കട്ടെ കുറച്ച് നേരം, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് പൊന്തി വരട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ, വെയിറ്റ് ഇല്ലാത്ത. കുറച്ച് ബുദ്ധിമുട്ടാണ് ഒഴിക്കാൻ, എന്നാലും നോക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഞാൻ വേറെ നെയ്യൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് കുറച്ച് എനിക്ക് ഒഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, കാരണം ഞാൻ ഫസ്റ്റാണ് പറഞ്ഞിട്ടുണ്ട്, ട്രയലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഉണ്ടാക്കാനൊന്നും അറിയില്ല, ഇത് ശ്രമിച്ചിട്ട് തന്നെ ഇല്ല ഇത് ഉണ്ടാക്കാൻ. ഒന്ന് ട്രയലാണ് ചെയ്യണത്, അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. ഒഴിച്ചിട്ടുണ്ട് എല്ലാത്തിലും. അത് നമ്മളെ നെയ്യപ്പൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ അറിയോ, അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മറിച്ചിട്ടിട്ട് കാണിക്കാൻ വിചാരിച്ചിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്ത പിറക് എല്ലാം കാണിക്കാൻ നിങ്ങൾക്ക്. കുഴപ്പമില്ല, കുറച്ച് കഷ്ടമാണെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരി, ഞാനെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഇനി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ ഉണ്ണിയപ്പം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉണ്ണിയപ്പം എല്ലാം. നിങ്ങൾക്ക് കണ്ടാലേ അറിയുന്നു, കാണിച്ചത് കണ്ടോ. നല്ല എന്താ പറയുക, എന്താ പറയുക നോക്കി. അത് ചൂടുണ്ട് കിട്ടും, അപ്പോഴാണ് ഉണ്ടാക്കിയത്. അയ്യോ, ചൂടില്ലാതെ നോക്കിയിട്ട് ഞാൻ ഇത് ചൂടില്ല, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ എങ്ങനെയുണ്ട് നോക്കി ഉണ്ണിയപ്പം, ഇത്ര സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. ഇല്ലേ, അതൊക്കെ ഭയങ്കര മേലേക്കണൊക്കെ ചൂടാണ് കേട്ടോ. കഴിച്ചതൊക്കെ എങ്ങനെയുണ്ട്, സൂപ്പറാ? സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണെങ്കിൽ കൂടി ഉണ്ണിയപ്പം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ പിന്നെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ബൈ, താങ്ക് യു.